ഹായ് ഓൾ, എല്ലാവർക്കും വെൽക്കം. നമ്മൾ സ്ട്രാഡിൽ ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇൻട്രാഡേ സ്ട്രാഡിൽ, എന്താണ് വീക്കിലി സ്ട്രാഡിൽ എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മന്ത്ലി സ്ട്രാഡിൽസും ലീപ്പ് ഇയർ സ്ട്രാഡിൽസും ആണ്. അതുപോലെ തന്നെ സ്ട്രാഡിൽസിൻ്റെ കൃത്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. ഇതിനു മുമ്പ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്, സ്ട്രാഡിലിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടണിൽ പോയിട്ട് നമ്മുടെ ഫസ്റ്റ് പാർട്ട് കാണുക. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്. മന്ത്ലി സ്ട്രാഡിലും അതുപോലെ തന്നെ ലീപ്പ് ഇയർ സ്ട്രാഡിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിക്സ് ആണ്. വിക്സ് എപ്പോഴും ഒരു 18 അല്ലെങ്കിൽ 17 എബവ് മുതൽ 25 വരെയുള്ള ഒരു റേഞ്ചിൽ നിൽക്കുന്ന സമയത്തായിരിക്കണം നമ്മൾ മന്ത്ലി അതുപോലെ തന്നെ ലീപ്പ് ഇയർ സ്ട്രാഡിൽസ് ഇടാനായിട്ട്. ഒരിക്കലും 12 13 അതിൽ താഴെയോ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ലോങ് സ്ട്രാഡിൽസ്, മന്ത്ലി 2 മന്ത് സ്ട്രാഡിൽസ് കീപ്പ് ചെയ്യാതിരിക്കുക. എന്താണ്, ഒരു 2 മാസം കഴിഞ്ഞ് മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത്, വളരെ വലിയൊരു അൺസർട്ടനിറ്റി ആണ് അവിടെ ഉള്ളത് അല്ലേ. ഈ ഒരു അൺസർട്ടനിറ്റിക്കുള്ള പ്രീമിയം ആണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. അപ്പോൾ ഈ അൺസർട്ടനിറ്റി റിസ്ക് എടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. അപ്പോൾ അതിനേക്കാളും വലിയൊരു ഇമ്പോർട്ടൻ്റ് ഈ പറയുന്ന മന്ത്ലി 2 മന്ത് സ്ട്രാഡിൽ ചെയ്യുമ്പോൾ അതേ മാസത്ത് തന്നെ ഹെഡ്ജ് കൊടുത്ത് അതിനെ അയൺ ഫ്ലൈ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രീമിയം ആയിരിക്കും ഹെഡ്ജായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹെഡ്ജ് കൊടുക്കേണ്ടത് വീക്കിലി കൊടുത്ത്, അത് വീക്കിലി മന്ത്ലി സെല്ല് ചെയ്തുകൊണ്ട് വീക്കിലി ബൈ ചെയ്ത് അതിനെ ഹെഡ്ജ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ അൺലിമിറ്റഡ് റിസ്കിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലീപ്പ് ഇയറിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇവൻറ്റുകളോ അല്ലെങ്കിൽ അൺസർട്ടനിറ്റി വരുന്ന സമയങ്ങളിൽ വീക്കിലി ബൈ കൊടുത്തുകൊണ്ട് ഒരു ഹ്യൂജ് ലോസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ വീക്കിലി ഹെഡ്ജ് കൊടുത്താലത്തെ 2 ബെനിഫിറ്റ് എന്താണ്, കൃത്യമായിട്ടുള്ള റിസ്ക് റിവാർഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ചെറിയ പൈസയ്ക്ക് നമുക്ക് അതിൻ്റെ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെഡ്ജ് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. സ്ട്രാഡിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൃത്യമായിട്ടുള്ള ഡെൽറ്റ ന്യൂട്രൽ മെത്തേഡാണ്. നമ്മൾ ഡെൽറ്റ നോക്കുന്നതിന് പകരം നമ്മൾ എപ്പോഴും പ്രീമിയം നോക്കിയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം. ചില ആൾക്കാർ ഡെൽറ്റ ആയിരിക്കും നോക്കുക, ഡെൽറ്റ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഞാൻ കൃത്യമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാറുള്ളത് കോളിൻ്റെയും പുട്ടിൻ്റെയും പ്രീമിയം മാച്ചിങ് ആണ്. നമ്മൾ സാധാരണ ഒരു ത്രാസ് പിടിച്ചിട്ട് 2 ത്രാസിൻ്റെയും വെയിറ്റ് ബാലൻസ് ചെയ്യുന്നത് പോലെ, എവിടെയാണോ വെയിറ്റ് കുറവുള്ളത് അവിടേക്ക് പുതിയ വെയിറ്റ് ആഡ് ചെയ്യുന്നത് പോലെയാണ് ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാറ്. ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് മെത്തേഡുകളെയാണ് നമ്മൾ ഡെൽറ്റ ന്യൂട്രൽ അഡ്ജസ്റ്റ്മെൻറ്റ് മെത്തേഡ്സ് എന്ന് പറയാം. ഇവിടെ ഒത്തിരി ടൈപ്പ് ഓഫ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് ഫയർ ഫൈറ്റിംഗ് മെത്തേഡ്സ് ആണ്, അതിന് എക്സ്ട്രാ സെൽസും ഷിഫ്റ്റിംഗും ആണ് നമ്മൾ ഉപയോഗിക്കുക. ചില സമയത്ത് നമുക്ക് ആവറേജിങ്, അതായത് ഒരു സ്ട്രാഡിലിന് ആവറേജ് ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു പുതിയ സ്ട്രാഡിൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പല മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സ്ട്രാഡിൽ അങ്ങനെ തന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാറുണ്ട്. എപ്പോഴും സ്ട്രാഡിൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം അർദ്ധ മണിയിൽ തന്നെ ഇരിക്കാനായിട്ട് നോക്കുക. നമ്മുടെ കോളും പുട്ടും ഏറ്റവും കൂടുതൽ സമയം അർദ്ധ മണിയിൽ ഇരിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തീറ്റ അടിക്കുക അർദ്ധ മണിയിൽ വരുന്നത് കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ്സ് ഈ പറയുന്ന സ്ട്രാഡിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് മന്ത്ലിയും അതുപോലെ തന്നെ ലീപ്പ് ഇയറിൻ്റെ സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ സ്ട്രാങ്കിളിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും സ്ട്രാങ്കിളും എന്താണെന്നുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ സീരീസുമായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിലും ഈ വീഡിയോയെക്കുറിച്ചുള്ള കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ചോദിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഹായ് ഓൾ, അപ്പോൾ നമ്മൾ സ്ട്രാഡിൽസിന്റെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ മന്ത്ലി സ്ട്രാഡിൽസും അതുപോലെ തന്നെ ഇയർലി സ്ട്രാഡിൽസിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, സ്ട്രാഡിൽ നല്ല പ്രോഫിറ്റ് തരുന്ന ഒരു സ്ട്രാറ്റജി ആണെങ്കിലും ഒത്തിരി റിസ്ക് എലമെന്റ്സ് ഈ ഷോർട്ട് സ്ട്രാഡിൽ നമുക്ക് എപ്പോഴും കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സ്ട്രാഡിൽ നമ്മൾ മാർച്ച് 29 ഒരു മാസം 30 ഏകദേശം 30 ദിവസങ്ങൾ ബാക്കിയുള്ള ഒരു സ്ട്രാഡിൽസ് ആണ്. ഇവിടെ നമ്മൾ 18,000 കോളും അതുപോലെ തന്നെ 18,000 പുട്ടുമാണ് നമ്മൾ സെല് ചെയ്തിരിക്കുന്നത്. ഏകദേശം 300 ഏകദേശം ഒരു 500-530 പോയിന്റ്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ഈ ഒരു ട്രേഡ് കിട്ടും അല്ലെ. ഒരു 500 പോയിന്റ് മുകളിലോട്ടോ ഒരു 500 പോയിന്റ് താഴത്തോട്ടും നമുക്ക് എന്തുണ്ട്, ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറയാം. എപ്പോഴും ഒരു ഷോർട്ട് സ്ട്രാഡിൽ ചെയ്യുമ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ വലിയ റിട്ടേൺസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് 26,000 25%, ഏകദേശം 22% പ്രോഫിറ്റ് നമുക്ക് ഈ പറയുന്ന ഷോർട്ട് സ്ട്രാഡിൽ നമുക്ക് തരുന്നുണ്ട് മന്ത്ലി നോക്കുമ്പോൾ. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മന്ത്ലി ഒരു മാസം എന്ത് വേണമെങ്കിലും ഇവന്റുകൾ നടക്കാം, എന്തെങ്കിലും ന്യൂസസ് വരാം, അങ്ങനെ കുറേ അൺസർട്ടനിറ്റീസ് ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ആ റിസ്ക് എല്ലാം നമ്മൾ എടുക്കണം. ഒരു ഷോർട്ട് സ്ട്രാഡിൽ അൺലിമിറ്റഡ് റിസ്ക് ആയതുകൊണ്ടാണ് നമ്മളോട് പ്രീമിയം എപ്പോഴും, മാർജിൻ എപ്പോഴും കൂടുതൽ ചോദിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എപ്പോഴും ഡൗൺ സൈഡാണ് കൂടുതൽ റിസ്ക് എലമെന്റ്സ് ഉണ്ടാക്കുക. കാരണം ഒരു ബ്ലാക്ക് സ്വാം ഇവന്റ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുന്നതിനേക്കാൾ ഫാസ്റ്ററായിട്ട് താഴത്തോട്ടായിരിക്കും മൂവ് ചെയ്യുക.
അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ ആ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യാതെ ജസ്റ്റ് ഒരു 500 പോയിന്റ്സ് അപ്പുറത്ത് പോയിട്ട് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തുകൊണ്ട് നമുക്ക് ഡൗൺ സൈഡ് റിസ്കിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കാം, ഡൗൺ സൈഡ് എക്സ്പോഷറാണ് എപ്പോഴും അൺലിമിറ്റഡ് റിസ്കിനുള്ള ചാൻസസ്. കാരണം മാർക്കറ്റ് മുകളിലോട്ട് അൺലിമിറ്റഡ് ആയിട്ട് പോകുന്നത് വളരെ കൺട്രോൾഡ് ആകും എന്ന് നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ട്. അത് കുറച്ച് നാൾ മാർക്കറ്റിൽ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും അത് കൃത്യമായിട്ട് അറിയാം എന്നുള്ളതാണ്. അൺലിമിറ്റഡ് റിസ്ക് ആണ് ഏറ്റവും വലിയ പ്രോബ്ലം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദെൻ മാർജിൻ റിക്വയർമെന്റ്സ്. ഈ അൺലിമിറ്റഡ് റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഷോർട്ട് സ്ട്രാഡിലിന് എന്തുള്ളത്, ഒരു മാർജിൻ റിക്വയർമെന്റ് ഹൈ ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇംപ്ലൈൻഡ് വോളറ്റാലിറ്റി ആണ് നമ്മൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. എന്താണ്? ഹൈ ഇംപ്ലൈൻഡ് വോളറ്റാലിറ്റി ഉള്ള സമയത്ത് എൻ്റർ ചെയ്യുകയും നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം വോളറ്റാലിറ്റി കുറയുകയും ചെയ്യുമ്പോഴാണ് സ്ട്രാഡിൽ വലിയ പ്രോഫിറ്റ്സ് കിട്ടുക. അണ്ടർലൈൻ അസറ്റ്സിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ന്യൂസസോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിഫ്റ്റിയുടെ സ്ട്രാഡിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നിഫ്റ്റിയിൽ ഗ്ലോബലിൽ നടക്കുന്ന ഇവൻറ്റുകൾ പോലും നിഫ്റ്റിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ സ്റ്റോക്കിലാണ് ചെയ്യുന്നതെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ ഇവൻറ്റ്സിനെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ടൈമിംഗ് ഞാൻ പറഞ്ഞു, ഇംപ്ലൈൻഡ് വോളറ്റാലിറ്റി ഹൈ നിൽക്കുന്ന സമയത്ത് എൻ്റർ ചെയ്യുകയും ഇംപ്ലൈൻഡ് വോളറ്റാലിറ്റി കുറയുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ വേറൊരു പ്രശ്നം, മാർക്കറ്റ് ഇവൻറ്റ്സിന് തൊട്ട് മുൻപെങ്കിലും ഈ പറയുന്ന ഷോർട്ട് സ്ട്രാഡിൽസ് നമ്മൾ എക്സിറ്റ് ചെയ്തിരിക്കണം. അത് കൈ പിടിച്ചുകൊണ്ടിരിക്കരുത്. കാരണം എന്തുകൊണ്ടാണ്? മാർക്കറ്റ് ഇവൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിൽ വലിയ മൂവ്മെൻറ്റുകൾ എങ്ങോട്ടെങ്കിലും മുകളിലോട്ടോ താഴത്തോട്ടോ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ലോസസ് വന്നേക്കാം. അപ്പോൾ മാർക്കറ്റ് ഇവന്റ് നടന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ മാർക്കറ്റ് ഇവന്റിന് തൊട്ട് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഷോർട്ട് സ്ട്രാഡിൽ പൊസിഷൻസ് ഒക്കെ എക്സിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ഒന്നല്ലെങ്കിൽ മാർക്കറ്റ് ഇവന്റിന് തൊട്ട് മുമ്പും വോളറ്റാലിറ്റി കൂടും. അപ്പോൾ മാർക്കറ്റ് ഇവന്റ് സമയത്ത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് ഈ പറയുന്ന ഷോർട്ട് സ്ട്രാഡിൽസ് അവോയ്ഡ് ചെയ്ത് വയ്ക്കാം. ഈ ഷോർട്ട് സ്ട്രാഡിൽ എപ്പോഴും പ്രോഫിറ്റബിൾ സ്ട്രാറ്റജി തന്നെയാണ്. ബട്ട് എന്താണ്, റിസ്ക്സും ചലഞ്ചസും കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം എന്നുള്ളതാണ്. ഈ ഒരു സ്ട്രാറ്റജിയിൽ എപ്പോഴും റിസ്കുകളും ചലഞ്ചേഴ്സും ഉണ്ട്. അപ്പം അതിനെ ഓവർകം ചെയ്യാനുള്ള മൈൻഡ് സെറ്റും ഇമോഷൻ കൺട്രോളും ഒക്കെയുള്ള ട്രേഡേഴ്സാണ് എപ്പോഴും ഷോർട്ട് സ്ട്രാഡിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ മന്ത്ലി കാണാം. അപ്പോൾ ഈ മന്ത്ലിയിലെ അൺലിമിറ്റഡ് റിസ്കിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാമെന്നറിയോ? വീക്കിലി ഹെഡ്ജ് ചെയ്യാം. മന്ത്ലി സെല്ല് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ഫെബ്രുവരി 23 ഒരു 10 രൂപയുടെ കോളും 10 രൂപയുടെ പുട്ടും 10 രൂപയുടെ ഒരു കോളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ അൺലിമിറ്റഡ് റിസ്കുകളെ കുറയ്ക്കാം അല്ലേ. ഒരു 2800 രൂപ റിസ്കിൽ നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതായത് മന്ത്ലി സെല്ല് ചെയ്തുകൊണ്ട് വീക്കിലി ഹെഡ്ജ് ചെയ്ത് പൊസിഷൻസിനെ സേവ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഹെഡ്ജിങ് എമൗണ്ട് എപ്പോഴും കുറച്ച് മതി എന്നുള്ളതാണ്. അപ്പോൾ 4 ആഴ്ച ഒരാഴ്ച ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത്, ഇപ്പോൾ ഫെബ്രുവരി 23 വരെ ഫെബ്രുവരി 23 കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 രൂപയുള്ള മാർച്ച് 2 അങ്ങനെ വീക്കിലി ഹെഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ജിങ്ങിന് കുറച്ച് എമൗണ്ട് കൊടുത്താൽ മതി. നമുക്ക് മാർച്ച് 29 തന്നെ ഹെഡ്ജ് ചെയ്ത് 2000 രൂപ ലോസ് നിർത്തണമെങ്കിൽ നമ്മൾ ഒത്തിരി ഹെഡ്ജിങ് വാല്യൂ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് ഈ പറയുന്ന വീക്കിലി ഹെഡ്ജ് ചെയ്തുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ മന്ത്ലി ഒക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇയർലി ട്രേഡ് ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള ഇവൻറ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ വീക്കിലി ബൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന നമ്മുടെ പൊസിഷൻസിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇനി രണ്ടാമതൊരു കാര്യം, റോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് റോൾ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയും. നമ്മളതിന് ഷിഫ്റ്റിംഗ് എന്നാണ് പൊതുവെ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് നമ്മൾ 18,000 ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് തന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാർക്കറ്റ് 18,500 ഷിഫ്റ്റ് ആകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ 18,000 സ്ട്രാഡിലിനെ എക്സിറ്റ് ചെയ്തുകൊണ്ട് പുതിയ സ്ട്രാഡിൽ 18,500 ക്രിയേറ്റ് ചെയ്യണം. ഫൈൻ. അങ്ങോട്ട് റോൾ അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ മാർക്കറ്റ് താഴ്ത്തോട്ടാണ് പോകുന്നതെങ്കിൽ റോൾ ഡൗൺ ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇയർലി സ്ട്രാഡിൽസ് ഒക്കെ ചെയ്യുമ്പോൾ റോൾ അപ്സും റോൾ ഡൗൺസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീക്കിലി ഹെഡ്ജുകളൊക്കെ വെച്ച്, ഇപ്പോൾ മാർക്കറ്റ് താഴ്ത്തോട്ട് മാത്രമാണ് പോകുന്നത് എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഫെബ്രുവരി അല്ല, നമ്മളിപ്പോൾ മന്ത്ലി സ്ട്രാഡിൽ ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. മാർച്ച് 29 ആണല്ലോ നമുക്കിപ്പോൾ ഉള്ള മന്ത്ലി. അപ്പോൾ 18,000 കോളും പുട്ടും സെല്ല് ചെയ്തുകൊണ്ട് മന്ത്ലി നമ്മൾ സ്ട്രാഡിലിട്ടതിന് ശേഷം മാർക്കറ്റ് താഴത്തോട്ട് നമ്മൾ ട്രേഡ് ചെയ്ത് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായി മാർക്കറ്റ് വിൽ ഗോ ഡൗൺ എന്ന് നമുക്ക് മനസ്സിലായി. ഈ ആഴ്ച എന്തോ ഇഷ്യൂ ഉണ്ട്, മാർക്കറ്റ് താഴത്തോട്ട് പോകാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വീക്കിലി താഴത്തോട്ട് മാത്രം എക്സ്പ്ലോഷനെ ബ്ലോക്ക് ചെയ്യാം. കുറച്ചുകൂടി അടുത്തുള്ളൊരു ഹെഡ്ജ് കൊടുത്തുകൊണ്ട് താഴത്തോട്ട് എന്ത് ചെയ്യാം? റിസ്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ താഴത്തോട്ട് മാർക്കറ്റ് പോയാലും നമുക്ക് വീക്കിലി ഹെഡ്ജിൽ നിന്നൊരു പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കണ്ടോ, താഴത്തോട്ടുള്ള റിസ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? വളരെ ചെറിയ എമൗണ്ടിൽ നമുക്ക് റിസ്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളതാണ്. ഇനിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം,
ഫയർ ഫൈറ്റിംഗ് എന്നുള്ളത്. ഫയർ ഫൈറ്റിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ വലിയ തീ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വലിയ മൂവ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും ഫയർ ഫൈറ്റിംഗ് എന്നുള്ളൊരു വേർഡ് വന്നത് തന്നെ ഈ നമ്മൾ തീ അണയ്ക്കുക അല്ലെങ്കിൽ നമ്മുടെ ലോസസിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ നോർമൽ ഫയർ ഫൈറ്റിങ്ങിൽ ഒരു വലിയൊരു കാട് കത്ത് പിടിക്കുകയാണെന്ന് വിചാരിക്കും. നമ്മൾ ആ കാട് കെടുത്താനായിട്ട് നിൽക്കുന്ന സമയത്ത് ഭയങ്കര തീയാണ് വരുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടും തീ പിടിച്ചുകൊണ്ട് നമ്മൾ എരിഞ്ഞമരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫയർ ഫൈറ്റേഴ്സ് ചെയ്യുന്ന പ്രൊഫഷണൽ ഫയർ ഫൈറ്റേഴ്സ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. എന്താണ്? പുറത്തുള്ള തീ നമ്മുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തീ നമ്മളായിട്ടിടും, നമ്മൾ തന്നെ തീയിടും. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ നിൽക്കുന്ന സ്ഥലം നമ്മളിട്ട തീയിൽ കത്തി തീർന്നു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള തീ വന്ന് നമ്മളെ കത്തിക്കാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തീ കത്താൻ ബാക്കിയൊന്നും ഉണ്ടാവില്ല, നമ്മൾ തന്നെ അതിനെ കത്തിച്ച് തീർത്തു. ബട്ട് പുറത്തുനിന്നാണ് തീ വരുന്നതെങ്കിൽ അത് നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് കൃത്യമായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് നമ്മളെ വാഷ് ഔട്ട് ചെയ്യും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിസ്ക് കണ്ടിന്യൂ സെറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു 2%, 3% ലോസ് എത്തുമ്പോൾ തന്നെ എന്ത് ചെയ്യാം? വലിയ മൂവ്മെൻറ്റുകൾക്ക് മുൻപ് തന്നെ പൊസിഷനെ കൃത്യമായിട്ട് കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്തില്ല എങ്കിൽ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റിൽ നമുക്ക് വരുന്ന ലോസ് ഭയങ്കര വലുതായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ ക്യാപിറ്റലിനെ തന്നെ നമ്മളെ വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് അതിന് കഴിവുണ്ടാകും. ഇത് നോക്കൂ, ഈ ഒരു ലെവലിൽ നമുക്കൊരു 8,000 ആണ് ലോസ് എങ്കിൽ ഒരു 50 പോയിന്റ് 17,000 എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ലോസ് 25,000. പിന്നെ അങ്ങോട്ട് പോകും തോറും നമ്മുടെ ലോസിൻ്റെ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാകാനായിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്യാം. പിന്നെ ഏറ്റവും കുറവ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എന്താണ് ഡെൽറ്റ ന്യൂട്രൽ മെത്തേഡ് എന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പഴയ ത്രാസിന് വേണം ഒരു ഷോർട്ട് സ്ട്രാഡിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? ഒരു സൈഡിൽ ഒരു കോൾ ഇരിക്കുന്നു, അതർ സൈഡിൽ ഒരു പുട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫയർ ഫൈറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ പണ്ടത്തെ ത്രാസ് പോലെ തന്നെയാണ്. എന്താണ്? ഇവിടെ കോള്, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ പുട്ടിരിക്കുകയാണെങ്കിൽ ഇതെങ്ങനെ മാനേജ് ചെയ്യുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. മാർക്കറ്റ് മുകളിലോട്ട് പോകുകയാണെങ്കിൽ കോളിൻ്റെ പ്രൈസ് കൂടും, മാർക്കറ്റ് താഴത്തോട്ട് പോകുകയാണെങ്കിൽ പുട്ടിൻ്റെ പ്രൈസ് കൂടും. അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോയി കോളിന് വെയിറ്റ് കൂടി പുട്ടിന് വെയിറ്റ് കുറഞ്ഞാൽ വീണ്ടും ഇത് നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്ത് വെക്കണം. എന്തുകൊണ്ടാണ്? കോളിൽ നിന്നോ പുട്ടിൽ നിന്നോ അല്ല നമുക്ക് പ്രോഫിറ്റ് കിട്ടേണ്ടത്. നമുക്ക് കിട്ടേണ്ടത് IV ക്രാഷും അതുപോലെ തന്നെ തീറ്റ ക്രാഷുമാണ്. തീറ്റ വാല്യൂ ആണ് നമ്മുടെ പ്രോഫിറ്റ് ഈ പറയുന്ന ഷോർട്ട് സ്ട്രാഡിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കോളിൻ്റെ വില കൂടി പുട്ടിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പണ്ടത്തെ വെയിറ്റ് നോക്കുന്ന ഒരു പുതിയൊരു കട്ടി വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു പുതിയ പുട്ട് എക്സ്ട്രാ എത്ര രൂപയുടെ പ്രീമിയം ഡിഫറൻസ് ആണ് വരുന്നതെന്ന് നോക്കിയിട്ട് ഒരു പുതിയ പുട്ടിനെ ആഡ് ചെയ്യുന്നു. ഒരുവിധം 1-2 സ്റ്റേജിൽ നമുക്കിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റും. ബട്ട് ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഡ് ചെയ്യാൻ പറ്റാതെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കോളും ഈ പറയുന്ന പുട്ട്സും എക്സിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യുക? നമ്മൾ പറഞ്ഞ മാതിരി റോൾ അപ്പോ റോൾ ഡൗണോ ചെയ്യുക. ന്യൂ കോളും ന്യൂ പുട്ടും ഒരേ വെയിറ്റുള്ള പുതിയ കോളും പുതിയ പുട്ടും ആഡ് ചെയ്ത് മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഫിറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കുക. ഓപ്ഷൻ ട്രേഡിങ്ങിനെ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ട്രേഡ് ടോക്സ് ടീമിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒന്നിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ട്രേഡ് ടോക്സിൻ്റെ ഒരു കംപ്ലീറ്റ് ലേണിംഗ് പ്രോഗ്രാമിലോട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് 7,999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വലിയ ഒരു കംപ്ലീറ്റ് ഓപ്ഷൻ ട്രേഡിംഗ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ട്രേഡ് ടോക്സിൻ്റെ കോൺടാക്ട് നമ്പറിലോട്ട് വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.